നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് മാസം 24 മുതൽ 30 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 29-ാം തീയതി ബുധൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. പഠന സംബന്ധമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ ഇവരുടെ അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആശ്രിതർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നും കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസമായിരിക്കും അത് കൂടുതലായി പ്രകടമാവുക. എന്തായാലും സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നു മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ഇവർ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു. അതിന് തക്കവണ്ണമുള്ള പണം ഇവർക്ക് ലഭ്യമാകുന്നു. അതിനും ചിലപ്പോൾ ഇവരുടെ അടുത്ത സുഹൃത്തുക്കളോ സഹോദര സ്ഥാനത്തുള്ളവരോ അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആശ്രിത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോ ഇവരെ സഹായിക്കുന്നതായി കാണുന്നുണ്ട്. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലർക്ക് അവരുടെ സന്താനങ്ങൾ മുഖേനയും അല്ലെങ്കിൽ ജീവിത പങ്കാളി മുഖേനയും ആനന്ദത്തിന് വക നൽകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടത്തിനുതകുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവരെ ആരാണോ അനുവദിച്ചത് അവരോട് കൂടുതൽ മൈത്രീഭാവത്തിൽ തുടർന്നു പോകുവാനുള്ള ഒരു അവസ്ഥ ഇവർക്ക് ഈ ആഴ്ചയിൽ തന്നെ സംജാതമാകുന്നതായിട്ടാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ സാധ്യത ഉണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ ശാരീരികമായി ചില അവശതകൾ ഇവർക്കുണ്ടാകാം. ഒന്നാമത് സ്വന്തം ശരീരം നോക്കാതെയുള്ള ചില പ്രവർത്തനങ്ങൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കാണിക്കുന്നതായി കാണുന്നുണ്ട് ഈ ഒരു ആഴ്ചയിൽ. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ ഉണ്ടാകാനുള്ള സാധ്യത, പൊള്ളലേൽക്കാനോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടോ മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ടോ ആയുധം പോലെയുള്ള വസ്തുക്കൾ കൊണ്ടോ ശരീരത്തിൽ മുറിവോ അപകടമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരമാവധി ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. വാഹനം സൂക്ഷിച്ചോടിക്കുക. സഹോദര സ്ഥാനത്തുള്ളവരുമായി ഇവർ ഒരുമിച്ച് ചെയ്യുന്ന ചില സംരംഭങ്ങൾക്ക് അനുകൂലമായ നീക്കമുണ്ടാകുമെങ്കിലും സഹോദര സ്ഥാനത്തുള്ളവർക്കും അപകട സാധ്യതകൾ ഉണ്ടാകുന്നതായി കാണുന്നു. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ ഇവർ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഇവർക്ക് ധനപരമായ നേട്ടമാണ് കാണുന്നത്. കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന പ്രോപ്പർട്ടി, വസ്തു, ഭൂമി വിറ്റുപോകുകയോ അല്ലെങ്കിൽ വിറ്റുപോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള ചില തർക്കങ്ങൾ അതിന് അറുതി വരുന്നതായി കാണുന്നു. തീരുമാനിച്ച വില കിട്ടുകയോ അല്ലെങ്കിൽ തീരുമാനിച്ച വില തന്നിട്ട് ബാക്കി തരാതെ ഇരിക്കുന്ന അവസ്ഥയിൽ വളരെ സങ്കടപ്പെട്ട് കഴിയുന്നവർക്ക് ആ ബാക്കി തുക കിട്ടാനുള്ള ഒരവസ്ഥ കൂടി ഈ ആഴ്ചയിൽ സംജാതമാകുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ പ്രവർത്തനങ്ങളിൽ ഗുണവും സാമ്പത്തിക നേട്ടവും ഇവർക്കുണ്ടാകുന്നതായി കാണുന്നു. ശാരീരികമായ അവശത പ്രധാനമായും അപകട സാധ്യതയും അതുപോലെ സ്പീഡിൽ വേഗതയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പവുമാണ്. പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങൾക്ക് അല്പം പഠന സംബന്ധമായോ ശാരീരികമായ അവശത കൊണ്ടോ എന്തെങ്കിലും കുഴപ്പം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ആ ആദ്യത്തെ 1-2 ദിവസം ഒഴിച്ചാൽ പിന്നീട് ഈ ആഴ്ചയിൽ പൊതുവെ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമാണ്. പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, കടബാധ്യതയിൽ നിന്ന് മോചനം, കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ സ്വകാര്യ വ്യക്തികളിൽ നിന്നോ ഇവർക്ക് അതൊക്കെ കിട്ടുന്നതായി കാണുന്നു. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതായി കാണുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് പുറമേ സഞ്ചരിക്കാനൊക്കെയുള്ള അവസരം കാണുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മംഗളകർമ്മങ്ങളിലോ പങ്കുകൊള്ളുവാനുള്ള സാധ്യതയും പ്രണയ സാഫല്യത്തിനും വിവാഹ സാഫല്യത്തിനുമൊക്കെ സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം നട്ടെല്ല് സംബന്ധമായ എന്തെങ്കിലും അവശതയുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ധനസഹായം ആഴ്ചയുടെ അവസാന ദിവസം കൈവരുന്നതായും കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25 രാവിലെ 9 മണി കഴിഞ്ഞ് 26, 27, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ
അവസാന ദിവസങ്ങളാണ്, അതായത് രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത്. ആദ്യ പകുതിയിൽ മാതാവിൻ്റെ വീട്ടുകാരുമായോ അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായോ അതുമല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്നവരുമായോ എന്തെങ്കിലും കലഹം, അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ സൗന്ദര്യപ്പിണക്കം ഇതൊക്കെ ഉണ്ടാകാം. വാഹനമോ വീടോ വാഹനം മാറ്റുകയോ പുതിയ വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ വാഹനം വിറ്റിട്ട് കുറച്ചു സമയമെങ്കിലും വാഹനം ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയോ വന്നേക്കാം. അതുപോലെ തന്നെ വീടിൻ്റെ മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അല്പം കാലതാമസം വന്നേക്കാം. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കേണ്ടതായി വരാം കുറച്ചു കാലത്തേക്കെങ്കിലും. അതിനുള്ള തുടക്കം ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അതിനുള്ള ചിന്ത ഈ ആഴ്ചയിൽ ഇവരിലേക്ക് വന്നേക്കാം. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു പോകലോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ മാതാവുമൊത്തും എല്ലാ കുടുംബാംഗങ്ങളുമൊത്തുമൊക്കെ പോകാനുള്ള ഒരു അവസരവും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ആധുനികമായ ചില ഫർണിച്ചറുകളോ അല്ലെങ്കിൽ ആധുനികമായ ചില സാങ്കേതിക ഉപകരണങ്ങളോ ഒക്കെ വാങ്ങാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, പ്രത്യേകിച്ച് മാതാവിൻ്റെ സഹോദരന്മാരോ സഹോദരികളുമായിട്ടോ തെറ്റാനും അവരുമായി പിണങ്ങാനുമൊക്കെയുള്ള സാധ്യത കാണുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. ചോദിച്ചിരുന്ന പണം, ആവശ്യപ്പെട്ടിരുന്ന പണം ഇവരിലേക്ക് വരുന്നതായി കാണുന്നു. അതുപോലെ ഉദരസംബന്ധമായി ഉണ്ടായിരുന്ന വ്യാധി, ഉദരസംബന്ധമായി എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നെങ്കിൽ അത് സ്ത്രീ പുരുഷ ഭേദമന്യേ പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. യാത്ര മുടങ്ങിയിരുന്നത് ഈ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നതായി കാണുന്നു. കടബാധ്യത കുറേയൊക്കെ ഇവർക്ക് മാറ്റാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നവർ, അത് തരാതെ നീട്ടിക്കൊണ്ടു പോയിരുന്നവർ അത് തരാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നു ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ. കാൽമുട്ടിനും കാൽപാദങ്ങൾക്കുമൊക്കെ നീരോ അല്ലെങ്കിൽ മുറിവോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കണ്ണുകൾക്കും, പ്രത്യേകിച്ച് മുഖരോഗം എന്ന് പറയാനാവില്ല, കണ്ണുകൾക്ക് എന്തെങ്കിലും ദൈന്യത ഉണ്ടാവാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നു. അത് കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്ത് പ്രത്യേകം പ്രശ്നമുണ്ടാകാം. പ്രത്യേകിച്ചും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പിതാവിന് അല്ലെങ്കിൽ പിതൃ സമാനരായ വ്യക്തികൾക്ക്, കാരണവസ്ഥാനത്തുള്ളവർക്കൊക്കെ ഹൃദയത്തിനോ കണ്ണിനോ ഞരമ്പുകൾക്കോ പേശികൾക്കോ ഒക്കെ ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ നയനരോഗത്തിനാണ് സാധ്യത. സാമ്പത്തികമായി ദോഷം കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കടബാധ്യതയിൽ നിന്ന് വരെ മോചനം ലഭിക്കുന്ന തരത്തിലുള്ള പണം ഇവരിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 27 സന്ധ്യ കഴിഞ്ഞ് 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് നിന്ന് ഇവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഇവർക്ക് വളരെ ഉറപ്പുണ്ട് എന്ന് പറയുന്നു. മുമ്പൊക്കെ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പൊക്കെ ഇവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ജോലികൾ ചെയ്യുമ്പോൾ ആ സാമ്പത്തികം കിട്ടുന്ന കാര്യത്തിൽ ഇവർക്ക് തന്നെ ഉറപ്പില്ല. എന്നാൽ ഇപ്പോൾ അതല്ല, സാമ്പത്തിക നേടുന്ന കാര്യത്തിൽ അതിന് തക്കവണ്ണമുള്ള ജോലി ചെയ്യുകയും കൃത്യമായി വരുമാനം വാങ്ങുകയും ചെയ്യുന്നതായി കാണുന്നു. ഇവരുടെ തറവാട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ജ്യേഷ്ഠസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് ശാരീരികമായി അവശത കാണുന്നുണ്ട്. യാത്ര വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഹ്രസ്വമായ ചില ചെറിയ യാത്രകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് വരുമാന മാർഗം, അതായത് പുതിയ പദ്ധതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യാത്ര ജോലിയുടെ പ്രധാന ഭാഗമായിരിക്കെ ചെറിയ യാത്രകൾ കൊണ്ട് ഇവർക്ക് ഗുണം കിട്ടുകയോ ചെയ്യുന്നതായി കാണുന്നു. വാഹനം, ഭൂമി തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കച്ചവടം നടത്തുകയോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നതായി കാണുന്നു. മിഥുനക്കൂറിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ ആഴ്ചയിൽ അവർക്ക് ഭൂമി സ്വന്തമാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഭൂമി സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് അനുകൂലമായ മാറ്റം ഉണ്ടാകുന്നതായി കാണുന്നു. കൂടുതൽ ഉന്മേഷത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് ഈ ആഴ്ച സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തുടക്ക ദിവസങ്ങളിൽ. ആഴ്ചയുടെ തുടക്ക ദിവസവും അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാന ദിവസവുമാണ് ഇവർക്ക് കൂടുതൽ ഗുണകരമായി കാണുന്നത്. പ്രധാനമായും സമ്പത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി ചെയ്യുന്ന ജോലിയിൽ ഇവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി തങ്ങളുടെ വരുമാനം, വേതനം ചോദിച്ചു വാങ്ങുവാനുള്ള ഒരു മനോധൈര്യം ഇവർക്കുണ്ടാകുന്നു. അത് ലഭിക്കുകയും ചെയ്യുന്നു. ആഴ്ചയുടെ അതായത് രണ്ടാം പകുതി തുടങ്ങുന്ന സമയത്ത് അല്പം ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ദോഷമുണ്ടാകാം. പ്രത്യേകിച്ചും മിഥുനക്കൂറിൽപ്പെട്ടവരുടെ പെൺമക്കൾക്ക് ചില മാനസികവും അല്ലെങ്കിൽ ശാരീരികവുമായ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വിദ്യാഭ്യാസ സംബന്ധമായി മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസം വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിനോ ജോലിയുടെ കാര്യത്തിലോ ഒക്കെ ഇവർക്ക് വളരെ
അനുകൂലമായ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. ശാരീരികമായ അവശത പ്രധാനമായും ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് മാറിടം, അതുപോലെ തന്നെ ശ്വാസകോശം, ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വതവേ നേരത്തെ ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഈ ആഴ്ചയുടെ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ അല്പം അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ പരിരക്ഷണം കൃത്യമായും ഇവർ അനുവർത്തിച്ചു പോകണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു കുഴപ്പവുമില്ലാത്തവർക്ക് ലങ്സ് സംബന്ധമായോ അലർജി സംബന്ധമായോ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 24, 25 രാവിലെ 9 മണി വരെയും ശേഷം 30-ാം തീയതിയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ ഗുണകരം. പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രവർത്തന രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലത കാണുന്നുണ്ട്. പഴയ ഒരു മനോവീര്യമില്ലാതെ ചെയ്യുന്ന അവസ്ഥയൊക്കെ മാറി മറിച്ച് മനസ്സിന് ശക്തി വന്നുകൊണ്ട് പ്രവർത്തിക്കുകയും വരുമാനം അതിനനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യുന്നു. മേലധികാരികളുടെയും അതുപോലെ ഭരണാധികാരികളുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റുകയും ആ വിധത്തിൽ ഇവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ പരിരക്ഷ ലഭിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ഇവർ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്നതായിട്ടാണ് കാണുന്നത്. അതിലെ തടസ്സങ്ങളൊക്കെ മാറുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഇല്ലാത്ത കാര്യങ്ങളോ ആയാലും ശരി, അത് തുടങ്ങാനും അത് ആസൂത്രണം ചെയ്യാനും മനോബലമില്ലാത്തൊരവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. സ്വന്തം പ്രവൃത്തികളിൽ കൂടുതൽ ആത്മവിശ്വാസവും അതുപോലെ തന്നെ മനോധൈര്യവും വർദ്ധിക്കുകയാൽ ഇവർക്ക് കർമ്മത്തിൽ കുറച്ചുകൂടി, പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ശക്തി, ഉന്മേഷം, ഊർജ്ജസ്വലത, അതുപോലെ തന്നെ ഈ പ്രവർത്തനക്ഷമത ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് വർധനവുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇവരുടെ പ്രവർത്തനങ്ങളിലെ മികവ് കൃത്യമായും ഇവരുടെ മേലധികാരികളും അതുപോലെ വേണ്ടപ്പെട്ട വ്യക്തികളും ഒക്കെ അധികാരികളുമൊക്കെ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഇവർക്ക് നല്ല ഒരു അവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട്. എന്നാൽ ചിലവും അതിനനുസരിച്ച് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കർക്കിടകക്കൂറിൽപ്പെട്ടവരുടെ സഹോദര സ്ഥാനത്തുള്ളവരുടെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആശ്രിതരുടെയോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമെന്ന് കാണുന്നു. ചിലപ്പോൾ ഇവർ മനസമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശ്രമത്തിന് വേണ്ടി ചില യാത്രകൾ നടത്തുന്നു, അതിനു വേണ്ടിയും ചിലവിടുന്നതായി കാണുന്നുണ്ട്. എന്തായാലും പെട്ടെന്നൊന്നും ലാഭം കിട്ടുന്ന കർമ്മങ്ങൾക്ക് വേണ്ടിയല്ല ഇവർക്കിപ്പോൾ പണത്തിൻ്റെ അധിക ചെലവ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ശാരീരികമായ അവശത ഇവരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാനുള്ള സാധ്യത വേഗതയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. അതുപോലെ സാഹസികമായി ചെയ്യുന്ന പ്രവൃത്തികൾക്കും ചിലപ്പോൾ ചില അപകട സാധ്യതകൾ നേരിടാനുള്ള, പൊള്ളലേൽക്കാനുള്ള സാധ്യത. ഈ പൊള്ളൽ എന്ന് പറയുമ്പോൾ, ചൂട് എന്ന് പറയുമ്പോൾ ശാരീരികമായി പുറമേയും ആന്തരികമായും സംഭവിക്കാം. അസിഡിറ്റി പോലെ ഉദരത്തിലുണ്ടാകുന്ന അസുഖങ്ങളും അകത്തുണ്ടാകുന്ന ഒരു പൊള്ളലാണ്. അതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ജലാംശം കുറയുക, വെള്ളം ധാരാളം കുടിക്കാത്തവർക്ക് ശരീരത്തിൽ വിഷാംശം അടിയുക തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകാം. അത് സംബന്ധമായി ത്വക്ക് രോഗവും ഇവർക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോഴും വേഗതയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കണം. വാഹനം സൂക്ഷിച്ച് ഓടിക്കണമെന്നും ഇവരോട് പറയുന്നു. സാമ്പത്തികമായി ദോഷമില്ല, പ്രവർത്തനങ്ങളിലും പരാജയമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25 രാവിലെ 9 മണി കഴിഞ്ഞ് 26, 27 സന്ധ്യ വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൻ്റെ കാര്യത്തിൽ ദോഷമൊന്നും കാണുന്നില്ല. പ്രവർത്തനങ്ങളിലും ഇവർക്ക് ഇവരുടേതായ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കും. അതിന് തക്കവണ്ണമുള്ള ആളുകൾ ഇവരെ സഹകരിച്ച് അതുപോലെ തന്നെ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് പിന്താങ്ങിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കാണുന്നു. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ ചില ശത്രുതകളും അതുപോലെ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ചില ഊഹാപോഹ പ്രവർത്തനങ്ങളുമൊക്കെ പലരിൽ നിന്നും വരാം. പ്രത്യേകിച്ചും ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്നും വരാം. പ്രത്യേകിച്ചും സ്ത്രീകളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്കും അതുപോലെ ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് ഓപ്പോസിറ്റ് സെക്സിനാൽ, അതായത് പുരുഷന്മാരാലും ഒക്കെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലതിൻ്റെയും അടിസ്ഥാനം ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. വെറും സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹത്തിൻ്റെയോ ഒക്കെ പുറത്തായിരിക്കും ഇത്തരമുള്ള
ആരോപണങ്ങൾ വരിക. ഈ ആരോപണങ്ങളെ ഇവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിലും മനസ്സിന് വല്ലാത്ത പൊള്ളലേൽപ്പിക്കാനുള്ള സാധ്യത, ആശങ്കകൾ ഏൽപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇവർ ചെയ്യുന്ന ജോലികളിൽ, പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രദ്ധാപൂർവം ചെയ്യണമെന്ന് കാണുന്നു. ആവേശത്തള്ളിച്ചയാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരാധീനമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ ചിലപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ദോഷം സംഭവിക്കാനുള്ള, കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ആരെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കും ബുദ്ധിമോശം ചിലതൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രായോഗിക ക്ഷമതയോടുകൂടി, അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി ഓരോ കാര്യവും ചെയ്യണം. വികാരമല്ല ഇപ്പോൾ ഭരിക്കേണ്ടത്. വികാരം ഭരിക്കുന്ന തരത്തിൽ ചുറ്റുപാടുകൾ ഇവരെ പ്രേരിപ്പിക്കും. മനസ്സിന് ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ടാക്കുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുക, അതുപോലെ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നയം പലരും സ്വീകരിക്കുക. അത് മനസ്സിനെ വല്ലാതെ ബാധിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കുറച്ച് കുറയാം, ബുദ്ധിപരമായ കാര്യങ്ങൾ നേരിടുന്ന ഒരവസ്ഥയ്ക്ക് കുറവ് സംഭവിക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങളിൽ ഒന്നും വീണു പോകാതിരിക്കുക. പിടിച്ചു നിന്നുകൊണ്ട് മനസ്സിനെ ജാഗ്രത അവസ്ഥയിലാക്കിക്കൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മ മേഖലയിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. ഒന്നും സംഭവിക്കില്ല നെഗറ്റീവായി എന്ന് ചിന്തിക്കുക. കാരണം അവരുടെ ലാഭസ്ഥാനത്ത്, അനുഗ്രഹസ്ഥാനത്ത് മഹാവിഷ്ണുവിൻ്റെ അംശമായ ബൃഹസ്പതി നിൽക്കുന്നുണ്ട്. 10ാം ഭാവത്തിലെ സൂര്യനും അവർക്ക് ഗുണമാണ്. 9ൽ ചൊവ്വ അല്പം ദേഷ്യവും കാർക്കശ്യവുമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഭാഗ്യം നമ്മുടെ തൊട്ട് മുന്നിൽ വന്ന് ചിലപ്പോൾ നിർഭാഗ്യത്തിൻ്റെ മുഖം കാണിക്കുമെങ്കിലും ഒടുവിൽ അത് വൻ വിജയമായി മാറുന്ന തരത്തിൽ ചൊവ്വ 9ൽ സ്ഥാനബലത്തോടെ നിൽക്കുന്നുണ്ട്. അക്കാര്യം മറക്കാതിരിക്കുക. പിതാവിന് ശാരീരികമായ അവശത വരാം, എന്നാൽ പിതാവിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഗുണം കിട്ടുന്ന ഒരു സാഹചര്യവും കാണുന്നു. എല്ലാ കാര്യങ്ങളിലും തടസ്സവും ആശങ്കയും ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥന കൊണ്ടും മനസ്സിൻ്റെ സ്ഥിരത കൊണ്ടും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക എന്നും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നു. അതുപോലെ അപവാദങ്ങളിൽ പെടാം, എന്നാൽ അതിനെ ഒന്നും ഒരു തരത്തിലും ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 24, 25 രാവിലെ 9 മണിവരെയും ശേഷം 27 സന്ധ്യ കഴിഞ്ഞ് 28, 29 താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും, എന്നാൽ പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 29ാം തീയതിക്ക് ശേഷം ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് വളരെ പൊടുന്നനവേ ഇവരുടെ കാര്യങ്ങൾ സക്സസ്സിലെത്തുകയും വിജയത്തിലെത്തുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പണം കിട്ടും കിട്ടില്ല എന്നൊരവസ്ഥയിൽ നിന്നിരുന്നവർക്ക് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായി കാണുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് തന്നെ കാണുന്നു. അതുപോലെ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ഒരു 2.5 ദിവസം ഇവർക്ക് കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നേറാൻ സാധിക്കുമെന്ന് കാണുന്നു. ഒരുപക്ഷെ ആ കർമ്മത്തിൻ്റെ, ആ സുദൃഢമായ കർമ്മത്തിൻ്റെ ഫലമാവണം ആഴ്ചയുടെ അവസാന ദിവസം സാമ്പത്തികം കിട്ടുന്ന രൂപത്തിൽ ഇവർക്ക് അനുഗ്രഹമായി വരുന്നത്. അത് പ്രത്യേകമായി കാണുന്നുണ്ട്. കർമ്മമേഖലയിൽ ഏറ്റവും നന്നായി ബുദ്ധി അർപ്പിക്കാനും പ്രായോഗികമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന തരത്തിൽ ഇവർക്ക് ഇപ്പോൾ സാഹചര്യം ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അറിവിന്മേലുണ്ടാകുന്ന അനുഗ്രഹം, ഇത് രണ്ടുമാണ് ഇവരെ ഇപ്പോൾ കർമ്മമേഖലയിൽ വിജയിപ്പിക്കുന്നത്. അത് സാമ്പത്തിക വർധനവിൻ്റെ രൂപത്തിൽ ഇവരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. അധിക ചെലവിൻ്റെ ദിവസമായി കാണുന്നുണ്ട്. കൂടുതൽ പണം ചിലവഴിക്കപ്പെട്ടേക്കാം. ഈ പണം ഒരുപക്ഷെ അനാമത്തായി പോകാനും സാധ്യതയുണ്ട്. കൃത്യമായ ആസൂത്രണമില്ലാതെ തുടക്ക ദിവസം ചെയ്യുന്നതുകൊണ്ടാവണം. എന്നാൽ ആ ദിവസത്തെ പാഴായ അവസ്ഥയ്ക്ക് ശേഷമുള്ള ദിവസങ്ങൾ വളരെ വലിയ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായും അതിൻ്റെ ഫലമായി ഏറ്റവും നന്നായി ഇവർക്ക് ഇവരുടെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നതായും കാണുന്നു. എപ്പോഴും ഇവർക്ക് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നോ അകന്നു നിൽക്കേണ്ടതായി വരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാൽപാദങ്ങൾക്കും കാൽമുട്ടുകൾക്കുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണിതാവസ്ഥ ഉണ്ടാകുന്നതായും കാണുന്നു. വാദസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂർച്ഛിക്കാം. ശരീരത്തിൻ്റെ ചലനശേഷിക്ക് പൊതുവേ ഒരു കുറവുണ്ടാകാം, ഉദാസീനത ഉണ്ടാകാം, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഉദരരോഗത്തിന് ശമനം കാണുന്നു. അതുപോലെ ഇവർക്ക് നേരെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ മുമ്പുണ്ടായിരുന്ന ഇവരുടെ പ്രവർത്തന വിജയങ്ങളിൽ അസൂയ പൂണ്ട് ഇവർക്ക് നേരെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരുടെ അവസ്ഥയും കുറേയൊക്കെ മാറുന്നതായി കാണുന്നുണ്ട്. വിശിഷ്യ ഇവരുടെ ബുദ്ധിക്ക് കുറച്ചുകൂടി
ഒരു പ്രായോഗിക തലം വന്നിരിക്കുന്നത് കൊണ്ട് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവർക്ക് കർമ്മ മേഖലയിൽ, അവരുടെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ വരുമാന വർധനവിൻ്റെ സാധ്യതയും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പ്രകടമാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25 രാവിലെ 9 മണി കഴിഞ്ഞ് 26, 27 ശേഷം 30-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ച കാര്യങ്ങൾ, നേടിയ കാര്യങ്ങൾ, അറിവുകൾ, ഒരുപക്ഷെ പഠിച്ചെടുത്ത അനുഭവങ്ങൾ, ജീവിതത്തിൽ ഇത്രയും കാലം ഓരോ പ്രവർത്തനം ചെയ്ത് അതിൽ നിന്ന് നേടിയെടുത്ത ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ അനുസരിച്ചുള്ള അനുഭവങ്ങളുടെ അറിവ്, അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുടെ സഹായം വഴി കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇവർക്ക് ഈ ആഴ്ചയുടെ 2ാം പകുതിയിൽ കൂടുതൽ ഗുണം കിട്ടുന്നു എന്ന് കാണുന്നു. പൊതുവേ ഈശ്വരാധീനം ഇവർക്കുണ്ട് കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ ആ ഈശ്വരാധീനത്തിൻ്റെ ഗുണമായി ഇവർക്ക് ഇവരുടെ കർമ്മ മേഖല കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്താൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് മേൽപ്പറഞ്ഞ ഈ ഗുണങ്ങൾ കാണുന്നു. 1, ഇവർ നേടിയ അറിവ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വഴി നേടിയ അറിവ്. 2, ഇവർ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത നഷ്ടപ്പെട്ടതിൻ്റെയും നേടിയതിൻ്റെയും ഒക്കെ പിന്നിലുള്ള അനുഭവങ്ങൾ, അതവർക്ക് കൊടുക്കുന്ന അറിവ്. അതുപോലെ തന്നെ സ്വന്തം വരുമാനത്തിലുണ്ടായ നഷ്ടത്തിൽ മനം നൊന്ത് പിന്നെ വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള ഇവരുടെ ശ്രമം, ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഇവർക്ക് ഇപ്പോൾ അനുഗ്രഹീതമായ ഒരു കാലമാണ്. കുറച്ചുകൂടി തങ്ങളുടെ നഷ്ടം വന്ന വസ്തുതകൾ തന്നെ വീണ്ടും ഒന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു അവസ്ഥ ഇവർ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് വിജയമുണ്ടാവുകയും ചെയ്യുന്നതായി കാണുന്നു. ഇവരുടെ സന്താനങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങളെ വളരെ പിന്താങ്ങുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളെ ചൊല്ലിയുള്ള ഇവരുടെ മനസ്സിൻ്റെ ദുഃഖം, ആശങ്ക, അതൊക്കെ കുറേ അകലുന്നതായി കാണുന്നു. ഈശ്വരാധീനം അതിനൊക്കെ ഇവർക്ക് പുതിയ ചില വഴികൾ തുറന്നു കൊടുക്കുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി, ജീവിത പങ്കാളി, സുഹൃത്ത്, ഇവർക്ക് സമീപത്തുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ദുഃഖം ഇവർക്കുണ്ടാകും. ഒരുപക്ഷേ അതൊരു പിണക്കത്തിൻ്റെയോ കലഹത്തിൻ്റെയോ ആവാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളുടെ കാര്യമൂർത്തി വ്യസനിക്കുന്നതാവാം, അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിക്കുണ്ടാകുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാകാം. ഒരുപക്ഷെ സ്നേഹനിരാസത്തിൻ്റെയും വിഷമം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പങ്കാളിയുമൊത്തുള്ള ജീവിതത്തിൽ ചെറിയ ചില വിഷമങ്ങൾ കാണുന്നു. അതിനെയൊക്കെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഈശ്വരാധീനം ഇവരിൽ ഉള്ളതുകൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പിതാവിന്, പിതൃസ്ഥാനത്തുള്ളവർക്ക് ത്വക്ക് രോഗമോ അലർജി അസുഖമോ വരാം. ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഇത്തരം ത്വക്ക് രോഗത്തിനോ അലർജി അസുഖത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 24, 25 രാവിലെ 24, 25 രാവിലെ 9 മണി വരെയും ശേഷം 27 സന്ധ്യ കഴിഞ്ഞ് 28, 29 താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അനവസരത്തിൽ ചില ചങ്ങാത്തങ്ങൾ, അനവസരത്തിലുള്ള ചില ബന്ധങ്ങൾ, അതിവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനോവേദനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങളിൽ ചെയ്യുന്ന തടസ്സമോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അതിന് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഒരു മാറ്റം കാണുന്നു. കൃത്യമായി അറിവുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാനും തങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ള വ്യക്തികളുമായി സഹകരിക്കാനും ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. കഴിഞ്ഞ കുറേ കാലമായി മുടക്കം വരികയോ അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തുടങ്ങാൻ ബുദ്ധിമുട്ടായി നിൽക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാകുന്നു. അതുപോലെ കുറച്ചുകൂടി ബുദ്ധി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഒരു മന്ദത ബുദ്ധിയെ സ്വാധീനിച്ചിരുന്നിട്ടുണ്ട്. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലാണ് അത് കാണുന്നത്. എന്നാൽ പിന്നീട് അതിന് മാറ്റം വരുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവരുടെ കർമ്മ മേഖല കുറച്ചുകൂടി ആസൂത്രണം ചെയ്ത് മാറ്റിയെടുക്കുന്നതായി കാണുന്നു. ഇതുവരെ തുടർന്നു വന്നിരുന്ന രീതികളിൽ നിന്ന് ഒരു മാറ്റം ആവശ്യമാണെന്ന് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ തോന്നുകയാൽ അവർ അത് തുടക്ക ദിവസങ്ങളിൽ തന്നെ മാറ്റുന്നു. അതുകൊണ്ട് ആഴ്ചയുടെ ആദ്യ പകുതി കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന തിളക്കമാർന്ന മാറ്റവും അതിൻ്റെ ഫലമായി ലഭിക്കുന്ന സാമ്പത്തിക വർധനവുമാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസം കൂടുതൽ ഗുണം കാണുന്നു. തങ്ങൾക്ക് മനസ്സിനിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുവാനോ മനസ്സിനിണങ്ങിയ വ്യക്തിയോട് സഹകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉല്ലാസം നേടിയെടുക്കാനോ സാധിക്കുന്ന വിധത്തിലുള്ള സ്ഥലങ്ങളിൽ പോകുന്നതായി കാണുന്നു. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മടങ്ങി വരാൻ തക്കവണ്ണമുള്ള ഒരു വിശ്രമമാണത്. അതിന് ഗുണം കിട്ടുന്നതായും കാണുന്നുണ്ട്. ആഴ്ചയുടെ
അവസാന ദിവസത്തിന് തൊട്ട് മുമ്പുള്ള 1.5 ദിവസങ്ങൾ ഇവർക്ക് അധിക ചെലവിൻ്റെ ദിവസങ്ങളാണെന്നും മനസ്സിലാക്കണം. അതുപോലെ ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ ഉദര സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടാകാം. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, പുളിച്ചു തികട്ടൽ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് ഇപ്പോഴും ചെറിയ അവശതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെക്കുറിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടാകാം. ത്വക്ക് സംബന്ധമായ രോഗം ഓർക്കുക, മനസ്സിന് വിഷമം കൂടുമ്പോൾ അത് ത്വക്കിനെ ബാധിക്കാം. ഈ മാനസിക വിദഗ്ധരൊക്കെ പറയുന്നത് തന്നെ, മനോവിദഗ്ധരൊക്കെ പറയുന്നത് തന്നെ മനസ്സിൻ്റെ വിഷമം രൂപാന്തരപ്പെടുന്നത് ത്വക്കിലെ അസ്വസ്ഥതകളാണ്, ത്വക്കിലെ രോഗങ്ങളായിട്ടാണ്. അതുകൊണ്ട് അതും ആവാം ഒരുപക്ഷെ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് അത്തരം ചില അലർജി, ത്വക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തേക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിൽ ഇവർ കാണിക്കുന്ന വിശിഷ്ട ബുദ്ധി അത് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ വളരെ ശക്തമായി കാണുന്നുണ്ട്. അവസാന ദിവസങ്ങൾ മാത്രം കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടാകാം. ഒരുപക്ഷെ ജോലിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പാകപ്പിഴ ഇവർക്ക് മനോവിഷമത്തിന് വഴിയുണ്ടാക്കുന്നതായി കാണുന്നു. എന്നാൽ ആദ്യത്തെ സിംഹഭാഗം ദിവസങ്ങളും, ആഴ്ചയിലെ ഏതാണ്ട് 5-6 ദിവസങ്ങളോളവും ഇവർക്ക് കർമ്മമേഖല വളരെ നന്നായി പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായും കാണുന്നു. പെട്ടെന്ന് ചില യാത്രകൾ ഉണ്ടാവുകയും ആ യാത്ര കൊണ്ട് ഗുണമുണ്ടാവുകയും ചെയ്യുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം മേലധികാരികളുടെ ശ്രദ്ധയും അവരുടെ പരിരക്ഷയും കിട്ടുന്ന ഒരവസ്ഥ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പിതൃതുല്യരായ വ്യക്തികളോ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളോ ഒക്കെ ഇവരെ അനുഗ്രഹിക്കുന്നതായും അവരിൽ നിന്ന് ധനപരമായോ അല്ലെങ്കിൽ വൈകാരികമായോ ഒരു സംരക്ഷണം കിട്ടുന്നതായും കാണുന്നു. ആഴ്ചയുടെ ആദ്യ 1-1.5 ദിവസങ്ങൾക്ക് ശേഷം പൊതുവെ ഇവർക്ക് വലിയ ഗുണമാണ്. ഏറ്റവും വലിയ ഗുണം, ഇവർ ഏതു തരത്തിലാണോ ഭയപ്പെട്ടിരുന്നത് ഇവരുടെ കർമ്മമേഖലയെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ, ആ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഇവർക്കൊരു പരിരക്ഷ കിട്ടുന്നതായി കാണുന്നു. ആരാണോ തങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്, ആരാണോ തങ്ങളുടെ കർമ്മമേഖലയിൽ തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്, അങ്ങനെയുള്ള ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായി കാണുന്നു. ഒന്നുകിൽ അവരൊന്നും മാറിക്കാണില്ല, സ്വയം ഇവർ ആർജിച്ചെടുത്ത മാനസിക കരുത്തായിരിക്കാം ഒന്നും തങ്ങളെ ബാധിക്കില്ല, തങ്ങളെ ഉപദ്രവിക്കില്ല എന്ന മട്ടിൽ മുന്നോട്ട് പോകാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സ്വയമേവ മറ്റു വ്യക്തികൾ അവരുടെ മോശപ്പെട്ട സ്വഭാവങ്ങൾ മാറ്റിയെന്നിരിക്കാം. ഈ 2 വിധത്തിലായാലും ശരി, ഇവർക്ക് ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം വളരെ ഗുണകരമായ ഒരവസ്ഥ കാണുന്നു. പ്രത്യേകിച്ചും അവരുടെ കർമ്മമേഖലയിലാണ് മാറ്റം. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായും വരുമാനം കിട്ടുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാനത്തെ ദിവസം ഇവർ ചില യാത്ര പോകുന്നതായി കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു തീർത്ഥാടന യാത്രയാവാം, അല്ലെങ്കിൽ മനസ്സിൽ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് മനസ്സ് ഈ പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങി നിവരുന്നത് പോലെയുള്ള ഒരു ഊർജം ഇവർക്ക് ലഭിക്കുന്ന ദിവസമാണ് ആഴ്ചയുടെ അവസാന ദിവസം. സാമ്പത്തികമായി ചിലവുണ്ടെങ്കിലും അങ്ങനെ ചില യാത്രകളോ അങ്ങനെ ചില ശ്രമങ്ങളോ ഇവർ നടത്തുന്നതായി കാണുന്നു. മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ അവരുടെ പിതാവിനോ പിതൃസമാനരായ വ്യക്തികൾക്കോ രോഗാതുരതകൾ വരാനുള്ള സാധ്യതയും കാണുന്നു. പ്രത്യേകിച്ച് ഹൃദ്രോഗമോ അല്ലെങ്കിൽ പേശി സംബന്ധമായോ വാദസംബന്ധമായോ അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ അവർക്കും ചെറിയ തോതിൽ ചില ഹൃദയ സംബന്ധമായോ പേശി സംബന്ധമായോ അതല്ലെങ്കിൽ നയനരോഗത്തിനോ മുഖരോഗത്തിനോ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25 രാവിലെ 9 മണി കഴിഞ്ഞ് 26, 27, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്ര കാണുന്നു. വളരെ ശക്തമായ യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വളരെ ലാഭകരമായ ചില ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന യാത്രയാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഗുണമാണ് കാണുന്നത്. വാഹനം പുതിയത് വാങ്ങുകയോ അല്ലെങ്കിൽ വീടിൻ്റെ അന്തരീക്ഷം മാറുകയോ ചെയ്യാം. സൗഹാർദ്ദങ്ങൾ, പുതിയ സംരംഭങ്ങൾ അതെല്ലാം വിജയത്തിലോട്ട് കുതിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന സുഖങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇവരിലേക്ക് പണം വരുന്നതായി കാണുന്നുണ്ട്. സാമ്പത്തികമായി ഇവർ
ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ പരുങ്ങലിലാണ്. കാരണം വ്യാഴം ഇവർക്ക് 6-ലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം ഇവർക്കിപ്പോൾ വളരെ ഗുണം ചെയ്യുന്നതായി കാണുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കാനോ അല്ലെങ്കിൽ ദാമ്പത്യ സംബന്ധമായ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട്. എന്നാൽ കർമ്മ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും ജോലിയോടൊപ്പം സമാന്തരമായി ചെയ്യുന്ന ബിസിനസ് രംഗങ്ങൾ, പ്രത്യേകിച്ചും കലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായോ വസ്ത്രവുമായോ ബന്ധപ്പെട്ടോ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പണം വരാനുള്ള സാധ്യതയുണ്ട്. വ്യാഴവും ശുക്രനും ഒരുമിച്ച് ഇവർക്ക് നിൽക്കുന്നതിനാൽ ശുക്രൻ്റെ 6-ലെ നില ഒരുമിച്ച് നിൽക്കുന്ന ദാമ്പത്യം ഉൾപ്പെടെ ബാക്കി കാര്യങ്ങളിൽ ഗുണമാണ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഗുണം ലഭിക്കും. മാത്രമല്ല ചൊവ്വ 4-ൽ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് അത് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും വളരെ ചടുലമായി വളരെ ആസൂത്രണം ചെയ്തുകൊണ്ട് ഉല്ലാസപൂർവ്വം ഉന്മേഷപൂർവ്വം തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. ഇവർക്കും മുഖത്ത് ഫംഗൽ ഇൻഫെക്ഷനോ മുഖവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, നാക്ക്, പല്ല്, മോണ, നെറ്റിത്തടം, ചെവി ഈ ഭാഗങ്ങളിലെ ആർദ്രതരമായ ത്വക്കിനോ അല്ലെങ്കിൽ സ്കാൾപ്പിനോ ത്രോട്ടിനോ ഒക്കെ എന്തെങ്കിലും അസുഖം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇൻഫെക്ഷനോ അലർജി അസുഖമോ ആകാം കൂടുതലും സംഭവിക്കാനുള്ള സാധ്യത. അതുപോലെ കാര്യങ്ങൾ അങ്ങേയറ്റം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ അവസാന നിമിഷങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഏത് സംരംഭങ്ങളും തുടങ്ങാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 27 സന്ധ്യ കഴിഞ്ഞ് 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഭാഗ്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലും അനുഗ്രഹമായി നിൽക്കുന്നത്. സാമ്പത്തികം ലഭിക്കുന്ന കാര്യത്തിലും പ്രവർത്തനങ്ങൾ ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയുടെയും ഗൗരവത്തിൻ്റെയും കാര്യത്തിലുമൊക്കെ തന്നെ ഇവർക്ക് എവിടെ നിന്നോ അനുഗ്രഹമായി ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം കൃത്യമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കർമ്മ മേഖലയിൽ ഇവർ തന്നെ ഉഴപ്പാൻ വിചാരിച്ചാൽ പോലും ആ ഉഴപ്പ് മറ്റുള്ളവരറിയാതെ പ്രവർത്തനം, തൊഴിൽ ഏറ്റവും നന്നായി ഇവർ ചെയ്യുന്നതായിട്ടേ തോന്നുകയുള്ളൂ. ആ വിധത്തിൽ ഭാഗ്യം ഇവരെ അനുഗ്രഹിക്കുന്നുണ്ട്. മേലധികാരികളുടെ സഹകരണവും പ്രീതിയും ഇവർക്ക് ലഭിക്കുന്നതായി കാണുന്നു. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെയോ അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷിയ വ്യക്തികളുടെയോ സഹായം ഇവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ മടിപിടിച്ചിരുന്ന മനസ്സ് മാറുന്നു. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് മുന്നേറാൻ ഇവർക്ക് സാധിക്കുന്നു. പണത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും നീതിപൂർവകമായ കാര്യങ്ങൾ ഏറ്റവും നന്നായി ഏറ്റവും ശക്തമായി പ്രവർത്തനക്ഷമതയോടെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതിനാൽ വരുമാനം കൃത്യമായി ഇവരിലേക്ക് വരുന്നു. ഇപ്പോഴും മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ, തങ്ങളെ കുറച്ചുപേരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അപവാദ ചുഴിയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ മോഹാവേശപ്പെട്ട് മോശപ്പെട്ട വാക്കുകൾ പറയുകയും അത് ചിലപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഭീഷണിയാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതു വിധേനയും തങ്ങളുടെ കർമ്മം ഏറ്റവും നന്നായി ചെയ്യുക, പണം ഉണ്ടാക്കുക, പ്രാർത്ഥിക്കുക എന്നതാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. പ്രകോപിപ്പിക്കാൻ മറ്റുള്ളവരുണ്ടാകും. അവരുടെ ലക്ഷ്യവും അതുതന്നെയാണ്. പ്രകോപിതനായി അല്ലെങ്കിൽ പ്രകോപിതയായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുക, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വാക്കുകൾ വിനയാവാൻ സാധ്യതയുണ്ട്. ഇവിടെയും ഈ പറയുന്നത് പോലെ ലങ്സിൻ്റെ ഭാഗങ്ങളും ഷോൾഡർ ഭാഗങ്ങളും ജോയിൻറ്റ് ഭാഗങ്ങൾ, സന്ധി ഭാഗങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25 രാവിലെ 9 മണി വരെയും ശേഷം 30-ാം തീയതിയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച സാമ്പത്തികമായി ഗുണം കിട്ടുന്നൊരാഴ്ചയാണ്. പ്രത്യേകിച്ചും പുതിയ വസ്തു വാങ്ങുവാനോ വീട് നിർമ്മാണം പൂർത്തിയാക്കുവാനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുവാനോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഒരു പ്രത്യേക പ്രോജക്റ്റോ പൂർത്തീകരിച്ച് അത് വിജയത്തിലെത്തിക്കാനോ സാധിക്കുന്ന ഒരാഴ്ചയായിട്ട് കാണുന്നു. വരുമാനം കൃത്യമായി ലഭിക്കുന്നു. ചോദിച്ചു വാങ്ങാനുള്ള ധൈര്യമുണ്ടാകുന്നു. ആ വിധത്തിൽ ഇവരുടെ കർമ്മശേഷി മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് പണം ഇപ്പോൾ ഒഴുകിയെത്തുന്നുണ്ട് ഇവരുടെ ശ്രമത്താൽ. അതുകൊണ്ട് തന്നെ വീട്ടിലെ വ്യക്തികൾക്ക്
വാഹനം, വസ്ത്രം, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഫർണിച്ചർ ഇതൊക്കെ വാങ്ങി അവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവശതയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സ്വന്തം വിജയത്തിലോ അല്ലെങ്കിൽ സ്വന്തം അഭിമാനത്തിലോ കൂടുതൽ അഹങ്കരിച്ച് ഇവർ മറ്റുള്ളവരോട് ചിലപ്പോൾ മോശപ്പെട്ട വാക്കുകൾ പറയാനോ അബോധതലത്തിൽ നിന്നുകൊണ്ട് രൂക്ഷമായ വാക്കുകൾ പുറപ്പെടുവിക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കുക, അതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. മാത്രമല്ല അങ്ങനെ ഒരു ക്ഷമാപണത്തിലൂടെ മീനക്കൂറുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുമില്ല. ചിലപ്പോൾ അത് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷയോ കോടതി കയറാനോ പോലീസ് സ്റ്റേഷൻ കയറാനോ ഉള്ള സാധ്യതയും ഒരുക്കുന്നുണ്ട്. എന്തെന്നാൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജന്മശനിയാണ്. അതുകൊണ്ട് വിജയവും സാമ്പത്തികവും ആഴ്ചയുടെ ഫലത്തിൽ നേടാൻ സാധിക്കുമെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു ദോഷം അവരുടെ തൊട്ടുപുറകെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഈ 3-ൽ നിൽക്കുന്ന ബുധൻ അവരുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ചതി അടയാളപ്പെടുത്തും. 4-ലാണ് ബുധൻ കുറച്ചുകൂടി നല്ലത്, അത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അപ്പോൾ 3-ൽ നിൽക്കുമ്പോൾ തങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു എന്ന് വിചാരിക്കുകയും അത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ നെഗറ്റിവിറ്റീസ്, ഈ പ്രതികൂലമായ അവസ്ഥകൾ ഒഴിച്ചാൽ, അതായത് പെട്ടെന്ന് ആരോടെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കയർത്തു സംസാരിക്കുക, ചെറിയ ചില പാകപ്പിഴകൾ കർമ്മരംഗത്തുണ്ടാവുക, അവരുടെ കർമ്മശേഷിയിൽ ഉണ്ടാവുക, ഈ 2 നെഗറ്റിവിറ്റീസും ഒഴിച്ചാൽ, പോരായ്മകൾ ഒഴിച്ചാൽ ഇവർക്ക് ഈ ആഴ്ച സുഖകരം തന്നെയാണ്. പ്രത്യേകിച്ചും സാമ്പത്തികം നേടുന്ന കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ വിജയത്തിൻ്റെ കാര്യത്തിലും. ഉദരസംബന്ധമായ രോഗത്തിന് സാധ്യത, ശരീരത്തിൽ വാദസംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും ദോഷം കാണുന്നുണ്ട്. അലർജി അസുഖങ്ങൾ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെയും പിന്തുടരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ട്. പണം കൂടുതലായി കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞ കുറേ കാലത്തെ ലോൺ മുതലായ കാര്യങ്ങൾക്ക് ഇവർക്ക് അടച്ചു തീർക്കാൻ സാധിക്കുന്നതായും കാണുന്നു. 24, 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരത്തിന്. ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക. നീരാഞ്ജനം കഴിപ്പിക്കുക. കറുത്ത മാലയോ കറുത്ത പട്ടുവസ്ത്രമോ അണിയിക്കുക. കടുംപായസം കഴിപ്പിക്കുക. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തുക. നെയ്വിളക്ക് കത്തിക്കുക. പാൽപ്പായസം നിവേദ്യം ചെയ്യുക. ഓം ഗം ഗണപതയെ നമഃ എന്ന് ഗണപതിയെ സ്തുതിക്കുക. കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. നാളികേരം ഉടയ്ക്കുക. ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക. അതുപോലെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തലാണ് നാഗദോഷ പരിഹാരങ്ങൾക്ക് ഏറ്റവും ഉത്തമം. നാഗദൈവങ്ങൾക്ക് 100 പാലും കഴിക്കുക. അത് ആയില്യ മഹോത്സവത്തിനാവാം, അല്ലെങ്കിൽ അനുഭവിക്കുന്നവരുടെ നാളിനോ പക്കനാളിനോ ആവാം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.